അത് ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം. സാരമില്ല ഏട്ടാ. എന്താ അമ്മ അത്? അത് എന്റെ കുട്ടിക്കാലത്തുള്ള ആൽബം. അങ്ങനെയാണോ? അപ്പോ അച്ഛന്റെ കുഞ്ഞിലത്തെ ഫോട്ടോസ് ഒക്കെ ഇതിനകത്ത് കാണുമല്ലോ. ഒരുപാടുണ്ട്. കുഞ്ഞിലെ അച്ഛനെ കാണാൻ എങ്ങനെയാണെന്ന് എനിക്ക് കാണിച്ചു തരുമോ? ഓക്കെ. ഇത് ഭാസ്കരേട്ട, ഇത് ഞാൻ, ഇതാക്കി. ഇതും ഞാൻ. അച്ഛാ, അച്ഛനെ കുഞ്ഞിലെ കാണാൻ നല്ല ക്യൂട്ടാണല്ലോ. താങ്ക് യു. അതെ ഏട്ടാ, ഈ കാണുന്ന പെൺകുട്ടി ആരാ? എന്റെ അമ്മയാ. അമ്മയോ? അതേടോ. എന്നുവെച്ചാ അമ്മ ഒരു ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നോ? അതെ അതെ. അമ്മയുടെ ഡാൻസ് കണ്ട് ഇംപ്രസ് ആയിട്ട് അച്ഛനമ്മയെ വിവാഹം കഴിക്കുന്നത്. ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. അമ്മ ഇപ്പൊ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറില്ല ഏട്ടാ? ഞങ്ങൾ 3 പേരും ജനിച്ച ശേഷം അമ്മ ഡാൻസ് എല്ലാം മതിയാക്കി. പാവം, പിന്നെ അമ്മയ്ക്ക് ഞങ്ങളായിരുന്നു എല്ലാം. അമ്മയുടെ കലകളെല്ലാം പതുക്കെ പതുക്കെ ഇല്ലാതായി. ഈ ആൽബത്തിലെ ഫോട്ടോയിലേക്ക് ഒരു ഓർമ്മയായി മാറി.
ഹാപ്പി മദേഴ്സ് ഡേ അമ്മ. വള വെക്കുന്ന സ്റ്റാൻഡോ? അതെ അമ്മ. ഇന്നലെ രാത്രി വളയെല്ലാം താഴെ വീണ് പൊട്ടിയോണ്ട് അമ്മ ഒരുപാട് വിഷമിച്ചില്ലേ? നല്ല ഭംഗിയുണ്ട് ഉണ്ണി. ഇത് എവിടെന്നാ വാങ്ങിയത്? കടയിൽ നിന്ന് വാങ്ങിയതല്ല, പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ഇതൊക്കെ എപ്പോഴാ നീ ചെയ്തേ? ഇന്നലെ രാത്രി അച്ഛനും അമ്മ ഉറങ്ങിയതിനു ശേഷം. അപ്പോ ഇന്നലെ രാത്രി ഞാൻ വിഷമിച്ചതുകൊണ്ട് നീ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഈ വള സ്റ്റാൻഡ് ഉണ്ടാക്കുമായിരുന്നോ? പോരത്തേന് നീ അലങ്കാരം ചെയ്തോ? അതെ അമ്മ. എനിക്ക് വേണ്ടി നിന്റെ ഈ കുഞ്ഞു കൈകൾ കൊണ്ട് നീ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? പക്ഷെ എനിക്ക് വേണ്ടി അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ലേ? അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും.
ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ണിക്ക് അവന്റെ അമ്മയോട് എന്ത് സ്നേഹമാ. എത്ര വലിയ മനസ്സുണ്ടെങ്കിലാണ് ഇത്രയ്ക്ക് സ്നേഹിക്കാൻ കഴിയുക. ഇങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ബസു ഭാഗ്യമുള്ളോളാ. ഡെക്കറേഷൻ വളരെ നന്നായിട്ടുണ്ടുണ്ണി. ആ മഴയുടെ സ്റ്റാൻഡ് അതിലും നന്നായിട്ടുണ്ട്. ഹാപ്പി മദേഴ്സ് ഡേ വല്യമ്മേ. താങ്ക് യു ഉണ്ണി. ചേച്ചി, ഉണ്ണി എന്തൊക്കെയായി ചെയ്തിരിക്കുന്നത് കണ്ടോ? എല്ലാം ഞാൻ കാണുമായിരുന്നു വസു. അല്ല, എനിക്ക് ഗിഫ്റ്റ് ഒന്നുമില്ലേ? അമ്മയ്ക്ക് മാത്രമേ കൊടുക്കുള്ളോ? വല്യമ്മയ്ക്ക് ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് നിന്റെ ഗിഫ്റ്റ് ഉണ്ടോ? അതെ വല്യമ്മേ. എന്ത് ഗിഫ്റ്റാ? ഭാവനെ, ഭാവനെ, എന്താ അഖിൽ? നീ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഉരുളക്കിഴങ്ങിന്റെ ചിപ്സ് ഉണ്ടാക്കിയോ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ശരി, അമ്മ വിഷയം വാ. ആ ജയന്തി, ഇന്ന് നിങ്ങൾക്കെല്ലാം മാതൃദിനമാണല്ലേ? കുട്ടികളൊക്കെ നിന്നെ വിഷ് ചെയ്തോ? ഇതുവരെ ഇല്ല ഏട്ടാ. ഹാപ്പി മദേഴ്സ് ഡേ അമ്മേ. ഇതാ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സേമിയ പായസം. താങ്ക് യു ഭാസ്കർ. അച്ഛാ, അച്ഛനും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യേ. ഹാപ്പി മദേഴ്സ് ഡേ അമ്മേ. താങ്ക് യു അഖിൽ. ഏട്ടാ, അച്ഛനും കൂടി ചിപ്സ് കൊടുക്ക്. എന്താ ഇത്? ഇന്ന് മാതൃദിനല്ലേ, അല്ലാതെ അമ്മായി ദിനല്ലല്ലോ. എനിക്ക് അമ്മയായാലും അമ്മായി ആയാലും എനിക്കെല്ലാം നമ്മുടെ അമ്മ തന്നെയാണ്. ആന്റിയും എനിക്ക് അമ്മയെ പോലെ ആയതുകൊണ്ട് ആന്റിക്ക് ഹാപ്പി മദേഴ്സ് ഡേ. എന്റെ ഗ്ലാമർ മുഴുവൻ നീ എടുത്ത് 100 വയസ്സ് വരെ സുന്ദരിയായിരിക്കും.
യാ ഞാൻ വന്നേക്കാം. പത്ത് മിനിറ്റുള്ളിൽ ഞാൻ എത്തും. ഓക്കെ സാർ. ഏട്ടാ അർജന്റായിട്ട് ഓഫീസിലേക്ക് പോകണം. ക്ലയന്റ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ബൈ 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 ഓൾ ഓഫ് യു. എന്താ ഏട്ടത്തി ഇത്? അഭിയേട്ടൻ അമ്മയൊന്ന് വിഷ് ചെയ്യാതെ പൊയ്ക്കളഞ്ഞല്ലോ. എന്തുകൊണ്ട് അവൻ പോവില്ല? പുതിയൊരു ഭാര്യ അവന് കിട്ടിയില്ലേ? അമ്മ കയ്പായി, ഭാര്യ മധുരവുമായി. ഇപ്പൊ അഭിക്ക് ഈ വസു അല്ലാതെ അമ്മയൊന്നും കണ്ണിന് പിടിക്കില്ല. എന്താ സുമംഗല അങ്ങനെ പറയുന്നേ? ക്ലയൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അവന് പെട്ടെന്ന് ഓഫീസിലെത്തണ്ടേ? അപ്പോ അവൻ അമ്മയെക്കാളും ക്ലയൻസ് ആണോ പ്രധാനം? അമ്മയെക്കാളും ഓഫീസാണോ വലുത്? ഒരു മിനിറ്റ് ഒന്ന് നിന്ന് ഏട്ടത്തി ഒന്ന് വിഷ് ചെയ്തിട്ട് പോയാ അവൻ എന്ത് നഷ്ടം വരാനാ? എല്ലാ വർഷവും ആരെക്കാളും മുമ്പില് അഭി തന്നെയല്ലേ അമ്മയെ വിഷ് ചെയ്യുന്നത് ഇളയമ്മേ? അതാടാ ഞാനും പറയുന്നേ. ഇത്രയും വർഷം കറക്റ്റ് ആയിട്ട് വിഷ് ചെയ്തവൻ ഇന്ന് എന്തുകൊണ്ടാ വിഷ് ചെയ്യാത്തത്? അഭിക്ക് എന്തുകൊണ്ടാ ഇങ്ങനൊരു മാറ്റം സംഭവിച്ചത്? ഈ മാറ്റം ആരു കാരണം ഉണ്ടായത്? ആവശ്യമില്ലാത്ത ഓരോന്ന് പറയല്ലേ ഇളയമ്മേ? അമ്മയുടെ മനസ്സിൽ വേറൊരു ഉദ്ദേശവും ഇല്ല ഇളയമ്മേ. ഉദ്ദേശങ്ങൾ മാറ്റിക്കാൻ ഇവിടെ ആളുണ്ടല്ലോ മോളെ. ഈ വസു വന്നതിന് ശേഷം അഭി ആളാകെ അങ്ങ് മാറിപ്പോയി. അന്നുണ്ടായ അഭി വേറെ, ഇപ്പൊ ഉള്ള അഭി വേറെ. ഞാനിപ്പോ എന്ത് ചെയ്തു ഇളയമ്മേ? അത് നിനക്കല്ലേ അറിയൂ, ഞങ്ങൾക്ക് എങ്ങനെ അറിയാന്ന? ജോലിയുടെ തിരക്കില് അമ്മയൊന്നും വിഷ് ചെയ്യാനായി അഭി മറന്നു തന്നെ വെച്ചോ. നീ അവനെ ഒന്ന് ഓർമ്മിപ്പിക്കണ്ടായിരുന്നോ? എന്താ ഭാസ്കറും ഭാവനയും ചേർന്ന് പായസവും അഖിലും കാർത്തികയും ചേർന്ന് ചിപ്സും നിന്റെ അമ്മയ്ക്ക് കൊടുത്ത് വിഷ് ചെയ്തില്ലായിരുന്നോ? നീ എന്താ ചെയ്തത് നിന്റെ അമ്മയ്ക്ക് വേണ്ടി? അഭി അർജന്റായിട്ട് തന്നെ ഓഫീസിലേക്ക് പോയിരിക്കുക. അഭിയെ യാത്രയാക്കാൻ വേണ്ടി വസുവും ബിസി ആയിരുന്നിരിക്കും. അത് നീ എന്തിനാ അങ്ങനെ പെരുപ്പിച്ചു കാട്ടുന്നേ? ഞാൻ വലുതാക്കിയൊന്നല്ല ഏട്ടാ. ഉത്തരവാദിത്വമൊക്കെ വേണ്ടേ? സ്നേഹവും കനിവും ഒക്കെ ഉണ്ടാവേണ്ടതല്ലേ? അഭി എന്തായാലും മറന്നുപോയി. വസുവിനൊന്ന് ഓർമ്മിപ്പിക്കായിരുന്നല്ലോ. ഏട്ടൻ ഇറങ്ങുന്നതിന് മുന്നേ പറയണമെന്ന് വിചാരിച്ചതാ ഞാൻ. പക്ഷേ ഏട്ടൻ ധൃതിയിൽ ഇറങ്ങി പോയത് കണ്ടില്ലേ? പോകാറാവുമ്പോ പറയുന്നതല്ല മോളെ, എണീറ്റ് ഉടനെ പറയണം. ഭാവനയും കാർത്തികയും ചെയ്തതുപോലെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങി അഭിയുടെ കൈ കൊടുക്കണായിരുന്നു. അമ്മയൊന്ന് വിഷ് ചെയ്തിട്ട് അനുഗ്രഹം വാങ്ങുമെന്നും പറഞ്ഞ് നീ ഓർമ്മിപ്പിക്കേണ്ടത്. നിനക്ക് എപ്പോ നോക്കിയാലും മോനെ കൊഞ്ചിക്കാനല്ലേ സമയമുള്ളൂ. അവൻ നിന്നെ വിഷ് ചെയ്തിട്ടുണ്ടാവും, നീ അവനോട് കൊഞ്ചിക്കൊണ്ടിരുന്ന് കാണും. അപ്പൊ പിന്നെ എങ്ങനെയാ സമയം കിട്ടുക? ഈ വീട്ടിലൊരു അമ്മയുണ്ട്. ആ അമ്മയുടെ മകനാണ് എന്നെ താലി കെട്ടിയതെന്നും ആ ഭർത്താവിനോട് ഏട്ടന്റെ അമ്മയൊന്ന് വിഷ് ചെയ്യണമെന്ന് പറയാനുള്ള സാമാന്യ മര്യാദ ഉണ്ടായില്ലല്ലോ.